നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ, ഒരു സമ്മാനം കൊടുക്കാൻ പോയാല് അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ പോന്നൂടെ? അല്ല, ഇനി ദിവസവും സമ്മാനങ്ങൾ വാങ്ങിച്ച് ആ വഴിയങ്ങ് പോവാനാണോ നിന്റെ ഉദ്ദേശം? ഏട്ടൻ എന്താ ഒരു ടെൻഷൻ പോലെ? ചേച്ചി വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല. ശ്രുതി, താനൊന്ന് എണീറ്റേ. ഞാൻ തനിക്കൊരു കാര്യം കാണിച്ചു തരാം. ഇവൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടടി. അതിനൊക്കെ സമയമുണ്ട്. ശ്രുതി, താനിങ്ങോട്ട് വാ. ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അടുത്ത ബന്ധുക്കളായി മാറിയില്ലേ? എന്താച്ചാ? ഒന്നുമില്ല. സുജാതേ, പോയ സ്ഥലത്തെ ഓർമ്മകളിൽ നിന്ന് അവൻ ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നു. ഇത് ജ്യോതിയുടെ മുറിയാണോ? പറയാം, താനിതൊക്കെ ഒന്ന് കാണ്. ഇനി ഇങ്ങോട്ട് വാ. എന്താ ഇത്? വണ്ടർ വേൾഡിൽ എത്തിയ പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ജ്യോതിയുടെയാണോ? അല്ല, പിന്നെ വരാൻ പോകുന്ന മരുമകൾക്ക് ഒരമ്മായിയമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വപ്ന ലോകവാ. എന്താ ആന്റി ഇതൊക്കെ? എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി ഒരുപാടുണ്ട്. എന്റെ നിത്യമോള് വീട്ടിൽ വന്ന് കയറുമ്പോ ഈ മുറി അവൾക്കുള്ളതാ. അവൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനും ഒരുങ്ങാനും ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടുവെന്നൊന്നും നീ ചേച്ചിയോട് പോയി പറയല്ലേ, വഴക്കിടും അവൾ എന്നോട്. അമ്മ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാൻ പാടില്ല, പണം ചെലവാക്കാൻ പാടില്ല എന്നൊക്കെയാ കൂടെ കൂടെ എന്നോട് പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രുതി, നിത്യേച്ചിക്ക് വേണ്ടി ഈ മുറി ഒരുക്കിയ ആള് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല കേട്ടോ. നിത്യമോളെ കണ്ടതോടെ എന്റെ മൂത്ത മോൾ അവളാ, നീ അവൾക്ക് ഇളയത്. പിന്നെ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ നീ ചേച്ചി വരുമ്പോ പറഞ്ഞാ മതി, അവളെ നോക്കിക്കോളും നിന്നെ, അല്ലേ? അല്ല, നേരെ ഒരുപാട് വൈകിയല്ലോ, ശ്രുതിക്ക് പോണ്ടേ? ശ്രുതി എപ്പോ പോണോന്ന് നീയാണോടാ തീരുമാനിക്കുന്നത്? മോള് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഏട്ടൻ എന്നെ കൊണ്ടുവിടണമെന്നുള്ള പേടിയാണെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ തനിച്ചു പൊക്കോളാം. എന്നാ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.